അതെ, ഒരു ക്യാരറ്റിൻ്റെ ലുക്കൊക്കെ ഇല്ലേ? അപ്പം പറഞ്ഞു തരാം. വേണ്ട സാധനങ്ങൾ: കുറച്ച് തേങ്ങ, 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത്, ഒരു കുഞ്ഞു ഉള്ളി കുഞ്ഞിങ്ങനെ മുറിച്ചത്, തക്കാളി, അതുപോലെ തന്നെ ഒരു മുട്ട, കറിവേപ്പില കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നു. എന്നിട്ട് എന്താക്കുന്നു, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇടുമ്പോൾ അതിൽ ചെറിയ 2 കഷ്ണം മുറിച്ച പച്ചമുളകും കൂടി വീണിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പച്ച കളറെന്ന്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ടിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളി ഇട്ടിട്ട് വാട്ടി കൊടുത്തിട്ട് ശേഷം നമുക്കിതിലേക്ക് എന്തിട്ടാ മസാല നിങ്ങളെ ഇഷ്ടത്തിൽ രീതിയിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ട് വേണേൽ മുട്ടയ്ക്ക് പകരം ചിക്കൻ ആക്കാം, അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രം ഇട്ടിട്ടാക്കാം. അങ്ങനെ മസാല നിങ്ങളെ ഇഷ്ടത്തിനാക്കാം കേട്ടോ. ഞാനിന്ന് മുട്ട ഇട്ടിട്ടാന്ന് മാത്രം. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് 2 പച്ചമുളക് കേട്ടോ കീറിയിട്ടതും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അധികവും ഇങ്ങനെ വഴറ്റുന്നതിനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അധിക പേരും ചിലവർ പാം ഓയിൽ ഉപയോഗിക്കുന്നത് കാണാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത ശേഷം തക്കാളി ഞാൻ ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരു കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒന്നായിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് എന്താക്കാം, മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ, നേർങ്ങനെയായിട്ട്. മസാല മുട്ടയ്ക്ക് പകരം വേറെ എന്ത് വേണമെങ്കിലും ഇതാക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങയും കൂടി ചിരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയാണ്. അപ്പം ഇതിങ്ങനെയാക്കിയാൽ തന്നെ നല്ല രസമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മസാല കൂട്ടാണ് റെഡിയാക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന മസാല ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ മുട്ടയൊക്കെ അതിലെല്ലാം മിക്സായിട്ട് ഒന്ന് ഇതായി വരുമ്പോൾ മസാല റെഡിയാവും കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അക്കുടൂസ് സ്കൂളിൽ പോയിരിക്കുകയാണ്. വരണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പം വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അക്കുടൂസ് വരുമ്പോഴത്തേക്കും ഈ കടി ഉണ്ടാക്കി കൊടുക്കണം. ഏകദേശം 3 മണി കഴിഞ്ഞു, 4 മണി ആകുമ്പോഴത്തേക്കും അവൻ വരും. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും കേട്ടോ. അപ്പം മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അക്കുടൂസിന് വൈകുന്നേരം വിശന്നുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കൂലേ. അപ്പം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു 4 ക്യാരറ്റ് എടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഞാൻ ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ പോക്കിയതാണ്. അപ്പം ഒരു 4 ക്യാരറ്റ് ആട്ടോ. അപ്പം നമുക്കിത് പച്ച തന്നെയാണ്. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പറഞ്ഞുതരാവേ. ഇത് അരിപ്പൊടിയാട്ടോ. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റാണ്. അപ്പം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ശേഷം നമുക്കിത് എന്താക്കണം, നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. അപ്പം ഇത് പുഴുങ്ങലരിപ്പൊടിയാണ്, പച്ചയും കൂടി ചേർത്തിട്ട് പൊടിച്ചത്, വറുത്ത പൊടിയൊന്നും അല്ല കേട്ടോ. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് എന്താക്കാം, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അക്കുടൂസ് ഏകദേശം വരേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആയിക്കോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ക്യാരറ്റിൻ്റെ അരച്ചതൊക്കെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ എന്താക്കുക, കുഴച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇത് കണ്ടോ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അരി പൊടിച്ചാൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ എല്ലാം ഈ അരിപ്പൊടിയും കൊണ്ടാട്ടോ ചെയ്യാറ്. പത്തിലായിക്കോട്ടെ, നൂൽപുട്ടായിക്കോട്ടെ, നെയ്പ്പത്തിലായിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ സാധനവും ഇതിനെ കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മൾ കുഴച്ച് വെച്ചതും പിന്നെ അതിൻ്റെ മസാലക്കൂട്ടുണ്ട് ഇവിടെയുണ്ട്. വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടി കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കുന്നു. എന്നിട്ട് ഇതാണ്ടേ നമ്മളെ മാവെടുത്ത് കയ്യിൽ ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക കേട്ടോ. കയ്യിൽ തന്നെ വെച്ചാൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് റൗണ്ടാക്കി എടുത്ത ശേഷം ഇതേ പാകത്തിന് കേട്ടോ. നമുക്കിതിലേക്ക് എന്താക്കാം, നമ്മളെ മുട്ടേൻ്റെ മസാല ഇതിലേക്ക് ആക്കി കൊടുക്കുക, വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അപ്പുറവും ഇപ്പുറവും ഒട്ടിച്ചു കൊടുക്കുക. മസാല ഉള്ളിലേക്ക് ആക്കിയിട്ട് പുറത്ത് വരാത്ത രീതിയിൽ, മസാല പൊട്ടി വരാത്ത രീതിയിൽ ഒന്ന് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കണ്ട ക്യാരറ്റിൻ്റെ ഒരു സംഭവമില്ലേ, അതുണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി കയ്യിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് കൈയും കൊണ്ട് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അത് പൊട്ടി പോവരുത്. നമ്മൾ വേവിക്കുമ്പോൾ ഇത് പൊട്ടിയിട്ട് മസാല പുറത്ത് വരാണ്ടിരിക്കാൻ നന്നായിട്ടൊന്നിങ്ങനെ കയ്യിൽ ഇങ്ങനെ തന്നെ പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇടയ്ക്ക് അമർത്തി, പൊട്ടുമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ ഒന്ന് പൊട്ടി പുറത്തേക്ക് മസാല വരും, ഒന്നും ചെയ്യില്ല കേട്ടോ.
അപ്പോൾ എന്താക്കുക, ഇതൊക്കെ എന്താണെന്നറിയോ, ബേക്കറി ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ വൈകുന്നേരം എനിക്കൊക്കെ സ്കൂൾ വിട്ട് വരും അപ്പം ചോറ് കിട്ടണം, വിശന്നിട്ടായിരിക്കും വരിക. എൻ്റെ അക്കുടൂസും അതെ, സ്കൂൾ വിട്ട് വന്ന് കാലും കൈയും കഴുകിയ അവിടെ അവൻ എന്തേലും കഴിക്കുക. ഇത് ഞാൻ ഇന്നിവിടെ വെക്കുന്ന ഒരു പച്ചമുളക് റൗണ്ടായിട്ട് മുറിച്ചതാട്ടോ, ഇത് കണ്ടില്ലേ, വേറൊന്നും അല്ല കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ ബേക്കിൽ നമ്മളെ മല്ലിയില കുത്തി കൊടുത്താൽ എന്താവും, ഒരു ക്യാരറ്റായി. ഇപ്പം മനസ്സിലായോ എങ്ങനെ ഉണ്ടാക്കിയെന്ന്? കുഞ്ഞിങ്ങനെ പച്ചമുളക് അവിടെ നിന്ന് അതുപോലെ ആക്കി കൊടുത്തിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ആട്ടോ ഞാൻ ക്യാരറ്റിൻ്റെ അങ്ങനെ നേരത്തെ കാണിച്ച നിങ്ങളെ ഫോട്ടോ കാണിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം അക്കുഡൂസിന് കൂട്ടാനും പോകണം, വണ്ടി കുറച്ച് ദൂരം, ഞാൻ എപ്പോഴും പറയലില്ലേ അങ്ങോട്ടേക്ക് കേട്ടോ വരാറ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അടുപ്പിന് വെച്ചിട്ട് വേണം എനിക്ക് അവനെ കൂട്ടാൻ വേണ്ടി പോവാൻ. ടൈം ഏകദേശം 4 മണി, കൃത്യം 4 മണി ആകുമ്പോഴത്തേക്കും ഫൈസൽക്ക മേലെ വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഞാൻ കൂട്ടാൻ പോയില്ലേലും അവനിങ്ങോട്ട് നടന്നു വരും. എന്നാലും നമുക്കൊരു എന്താ പറയുക, എനിക്ക് അവനെ പോയി കൂട്ടിയിട്ട് തന്നെ വരണം. റോഡ് അധികം മെയിൻ റോഡല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന റോഡിൽ അധികം വണ്ടിയൊന്നും വരില്ല. വണ്ടി കണ്ടാലൊക്കെ സൈഡിൽ നിൽക്കാലും, എന്നാലും ചെറുതല്ലേ, ഞാൻ തന്നെ പോയി കൂട്ടിയിട്ട് വരും. അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ എടുക്കുക, മസാല നിറയ്ക്കുക, എന്നിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക, പച്ചമുളകിൻ്റെ അങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് എന്താക്കുക, ഒരു മല്ലിയിലയും കൂടി കുത്തി വെച്ചാൽ നമ്മളെ ക്യാരറ്റ് അപ്പം റെഡിയായി കേട്ടോ. പുതിയ പേരൊക്കെ ഇട്ട് ക്യാരറ്റ് അപ്പം. അപ്പം ഞാനിത് കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയ ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടാക്കിയെടുത്തു. അപ്പം നമുക്ക് ആവിക്ക് വെക്കാം കേട്ടോ. ആവിക്ക് വെച്ചിട്ട് വേണം ഞാൻ അവനെ കൂട്ടാൻ വേണ്ടി പോകാൻ നോക്കുക. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് വെന്തോളൂ കേട്ടോ. അപ്പം ഇത് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ കൂട്ടാൻ പോട്ടെ. ഇതാ കൂട്ടി അക്കുഡൂസ് വന്നിട്ടുണ്ട്, കാലും കൈയും കഴുകുന്നുണ്ട്. ഇതായി കേട്ടോ. കണ്ടോ, ഒറ്റൊന്നും പൊട്ടിയിട്ടില്ല. പുക ഇങ്ങനെ പൊന്തി വരുമോ, കണ്ടില്ല, ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ, എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും വരാട്ടോ.